ഉള്ളത് പറയാം. പാർട്ടിയെ നാണക്കേടിന്റെ പടുകുഴിയിലാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒടുവിൽ കോൺഗ്രസ് കൈവിട്ടു. കഴിഞ്ഞ ദിവസം വരെ പാർട്ടിയുടെയും മുന്നണിയുടെയും സ്ഥാനാർത്ഥികൾക്കായി വോട്ട് തേടി നേതാക്കൾക്കൊപ്പം വീട് കയറിയും വേദി പങ്കിട്ടും സജീവമായിരുന്ന MLAക്കെതിരെ മാതൃകാ നടപടിയെടുത്തു എന്നാണ് കോൺഗ്രസിന്റെ അവകാശവാദം. ജാമ്യം നിഷേധിക്കപ്പെട്ടതോടെ ഗത്യന്തരമില്ലാതെ യുവ നേതാവിനെ കൈവിട്ടതാണെന്ന് എല്ലാവർക്കും അറിയാം. പാർട്ടി സസ്പെൻഡ് ചെയ്തപ്പോഴും കോൺഗ്രസിലെ ദൃശ്യവും അദൃശ്യവുമായ കരങ്ങൾ മാങ്കൂട്ടത്തിലിന് സംരക്ഷണം ഒരുക്കിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ വിവരം ഞാൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇടുക്കിയിലായതുകൊണ്ട്, കട്ടപ്പനയായതുകൊണ്ട് ഇവിടെ മാധ്യമ സുഹൃത്തുക്കളുടെ മുമ്പിൽ നേരിട്ട് അറിയിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. AICCയുടെ അനുമതിയോടുകൂടി. നേരത്തെ അതിന് അനുമതി തേടിയിരുന്നു, അനുമതി ലഭിച്ചു. അനുമതിയോടുകൂടി ഇപ്പോൾ പുറത്താക്കി. അനുമതി ലഭിക്കാനുണ്ടായ കാലതാമസമാണോ നടപടിക്രമങ്ങളുടേതായ കാലതാമസം? ഒരു പരാതി പോലും ഞങ്ങളുടെ കയ്യിൽ കിട്ടാതെ ഞങ്ങളാളെ സസ്പെൻഡ് ചെയ്തു. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പാർട്ടിയിൽ എല്ലാം മാറ്റുമോ? ഞങ്ങളുടെ മുമ്പിൽ ഒരു പരാതി വന്നില്ലേ? ഇപ്പോൾ ഒരു പരാതി വന്നു. KPCC പ്രസിഡന്റ് KKG സെന്ററിൽ പൊതിഞ്ഞു വെച്ചേക്കുന്ന പരാതി പോലെ പൊതിഞ്ഞു വെക്കാതെ ഇമ്മീഡിയറ്റായിട്ട് ഞങ്ങൾ പോലീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഞങ്ങളെല്ലാ നേതാക്കന്മാരും ഞങ്ങൾ 25 പേര് ചർച്ച ചെയ്തിട്ട് തീരുമാനമെടുക്കണം കേരളത്തിൽ. ഞങ്ങൾ പല ജില്ലകളിലാണ്. എന്നിട്ട് പോലും ഞങ്ങൾ ഫോണിലും അല്ലാതെയും ഒക്കെ ബന്ധപ്പെട്ട് 24 മണിക്കൂറിനകം ഞങ്ങളുടെ കയ്യിലൊരു പരാതി വെച്ചപ്പോൾ ആളെ പുറത്താക്കി. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഈ രാജ്യത്ത് ഇങ്ങനെ ചെയ്തു? അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ അഭിമാനത്തോടു കൂടി നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. മനസ്സിലായില്ലേ? പാർട്ടിക്ക് ഒരു പരാതി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പാർട്ടിക്ക് ലഭിച്ച പരാതിയും അതൊരു പാർട്ടി കമ്മിറ്റി അന്വേഷിക്കാനൊന്നും തീരുമാനിച്ചില്ല. DGPക്ക് ആ പരാതി KPCC പ്രസിഡന്റ് തന്നെ ഫോർവേഡ് ചെയ്തു. അതും നിയമപരമായി മുന്നോട്ട് പോട്ടെ എന്നുള്ള നിലപാട് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചു. അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. കോൺഗ്രസ് അത് ആലോചിച്ചു. നേതൃത്വം KPCC പ്രസിഡന്റ് പാർട്ടി നേതൃത്വമായിട്ട് കൺസൾട്ട് ചെയ്തു. പാർട്ടി നേതൃത്വമായിട്ട് തീരുമാനിച്ചു. ഹൈക്കമാൻഡുമായിട്ട് ആലോചിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനം കോൺഗ്രസ് എടുത്തു. MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ 1ാം വാർഷികത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് പുറത്ത്. ചുരുങ്ങിയ സമയം കൊണ്ട് പാർട്ടിയിലെ പലരെയും ഗോഡ്ഫാദർമാരുടെ സഹായത്തോടെ വെട്ടിയൊതുക്കി MLA വരെ എത്തിയ യാത്ര അവസാനിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാകാൻ നടത്തിയ വ്യാജ ID കാർഡ് നിർമ്മാണത്തിലും പാലക്കാട് നീലപ്പെട്ടിയിൽ പണം കൊണ്ടുവന്നതും ഒക്കെ ആരോപണങ്ങളായി ഒതുങ്ങിയപ്പോൾ സ്വഭാവ വൈകല്യം വിനയായി. വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുണ്ടായത്. അന്ന് തന്നെ ഞാൻ ആവശ്യപ്പെട്ടതാണ് അദ്ദേഹത്തെ പുറത്താക്കണമെന്ന്. എൻ്റെ നിലപാട് അന്ന് KPCC പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും ഞാൻ ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു കോൺഗ്രസിന്റെ ജനപ്രതിനിധിക്ക് ചേരാത്ത നിലയിലുള്ള പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തും ഉണ്ടായത്. അതേ തുടർന്ന് ധാരാളം സൈബർ ആക്രമണങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നു. അതൊന്നും ഒരു വിഷയമല്ല. ഇപ്പം ഞാൻ അന്നെടുത്ത നിലപാട് ശരിയാണെന്ന് ഇപ്പം തെളിഞ്ഞിരിക്കുന്നു. അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഏറ്റവും മാതൃകാപരമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കാത്ത ഒരു നിലപാടാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാതൃകയോ? എന്ത് മാതൃക? ജയിലാകുന്നതിന് മുമ്പ് അവന്റെ മുമ്പിൽ ഇവരെ മുമ്പിൽ നിരവധി ആവശ്യങ്ങൾ അല്ലെങ്കിൽ പരാതികൾ കെട്ടിക്കിടന്നിട്ട് അവസാനം കെട്ടിക്കിടന്നതിന്റെ മേലെ ഒരു നിലപാട് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റിയില്ല. അവസാനം തെളിവ് മുഴുവൻ പുറത്തു വന്നതിന് ശേഷമാണ് UDF അയാൾക്കെതിരായിട്ട് നടപടി സ്വീകരിച്ചു വരുത്തിയത്. അല്ലാണ്ട് ഒരു നടപടി സ്വീകരിച്ചില്ല. അതെ, മുഖം രക്ഷിക്കാന്ന് പറഞ്ഞാൽ മുഖം രക്ഷിക്കുക, അങ്ങനെ ഒരു പരിപാടി നമുക്കില്ല. വെറുതെ മുഖം രക്ഷിക്കേണ്ട ഒരു കാര്യം ഞങ്ങൾക്കില്ല. അല്ല, നമ്മളിപ്പോൾ അത് തന്നെ അരക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമുണ്ട്. അങ്ങനെ മാതൃകാപരമാണെന്നൊക്കെ പറയാൻ പറ്റുമോ? നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നേതൃത്വം അറിഞ്ഞിരുന്നു എന്നല്ലേ പറയുന്നത്? അങ്ങനെ നേതൃത്വം അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ ഭാവിയിലെ നിക്ഷേപം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്.
അതൊക്കെ സ്വയമേവ പരിശോധിക്കേണ്ട കാര്യമല്ലേ, ബന്ധപ്പെട്ട നേതൃത്വങ്ങൾ പരിശോധിക്കേണ്ട കാര്യമല്ലേ. സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? എപ്പോഴും ഇത്തരം ആളുകളെ അകറ്റി നിർത്താനല്ലേ ഏത് പാർട്ടിയും ശ്രമിക്കേണ്ടത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മഹത്തായ ഒരു പാർട്ടിയല്ലേ, മഹത്തായ പാരമ്പര്യമുള്ള ഒരു പാർട്ടിയല്ലേ. ആ പാരമ്പര്യം തീർത്തും കളഞ്ഞു കുളിക്കുന്നത് ശരിയാണോ? അവരാലോചിക്കേണ്ടതല്ലേ അതൊക്കെ. അവസാന നിമിഷം വരെ ഈ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റിനടക്കം ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മെന്ററായിട്ടുള്ള ഷാഫി പറമ്പിന്റെ സമ്മർദ്ദം, അദ്ദേഹത്തിന് എന്തായാലും ജാമ്യം കിട്ടും എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ജാമ്യം കിട്ടിയപ്പോഴാണ് ഒരു ഒറ്റ വരി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. നിരുത്തരവാദപരമായ ഒരു സമീപനം. കേരളത്തിലെ അനേകം മഹിളാ നേതാക്കൾ, കോൺഗ്രസിന്റെ തന്നെ മഹിളാ നേതാക്കൾ, അവരുടെ ദുരനുഭവങ്ങൾ ആവർത്തിച്ച് കോൺഗ്രസ് നേതാക്കന്മാരോട് എല്ലാവരോടും, ഇവിടെ പറഞ്ഞു കേൾക്കുന്ന പേര് മാത്രമല്ല, പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും അടക്കം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചെയ്തികളെ സംബന്ധിച്ച വിവരം ഉണ്ടായിരുന്നു. ആലോചിച്ച് നോക്കണം, പ്രിയങ്ക ഗാന്ധി MP ആണ്. രാജ്യം മുഴുവൻ നടന്ന് സ്ത്രീകളുടെ പക്ഷത്ത് നിൽക്കുന്ന ആളാണ് എന്ന് പ്രസംഗിക്കുന്ന പ്രിയങ്ക ഗാന്ധിക്കടക്കം ഈ വിവരങ്ങളെല്ലാം ഉണ്ടായിരുന്നു. കോൺഗ്രസ് ഇപ്പോൾ വളരെ ചരിത്ര പ്രാധാന്യമേറിയ ഒരു തീരുമാനമെടുത്തു എന്നൊക്കെയാണല്ലോ അവകാശപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഇനിയും അവർ പുറത്താക്കിയില്ലെങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും? പറവൂര് ഒരു പെൺകുട്ടി ഈ വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ അവർക്കുണ്ടായതല്ല ചെറിയ ആ പ്രശ്നങ്ങൾ പറഞ്ഞ സന്ദർഭത്തിൽ അവരൊരു കാര്യം പറഞ്ഞു. ഈ MLA നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പ്രതിപക്ഷ നേതാവിനോട് പരാതി പറഞ്ഞിരുന്നു. നിയമ പോരാട്ടത്തിൽ ജയിക്കാൻ കഴിഞ്ഞാൽ പോലും പെരുമാറ്റ ദൂഷ്യമുള്ള നേതാവിനെ പാർട്ടിയിലേക്ക് തിരികെ ആനയിച്ചാൽ കോൺഗ്രസിന് ഗുണത്തേക്കാൾ ദോഷമാകും ഫലം. മാത്രമല്ല, പടികൾ കയറുന്നതിനിടെ ആവശ്യത്തിലേറെ ശത്രുക്കളെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിനാൽ തന്നെ തൽക്കാലം ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞെങ്കിലും തിരിച്ചുവരവ് ചിന്തിക്കേണ്ടതില്ല. ഒന്നിലേറെ പരാതികൾ പോലീസിന് മുന്നിലുണ്ട്. പാർട്ടിക്ക് മുന്നിലും പാർട്ടി നേതാക്കൾക്കിടയിലും രേഖാമൂലമല്ലാത്ത നിരവധി മറ്റു പരാതികളും. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുപോലെ ലോകത്ത് തന്നെ ഏതെങ്കിലും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ, നിരവധിയായ, ഒന്നും രണ്ടൊന്നുമല്ല, നിരവധിയായ ആൾ, 18 പറയുന്നത്, 3 ആളിപ്പോൾ വന്നിട്ടുണ്ട്. നിരവധിയായ ആളുകൾ അവരെ ഗർഭിണിയാക്കുക, അതുപോലെ അബോർഷൻ ചെയ്യാൻ നിർബന്ധിക്കുക, അത് മുഴുവൻ പരസ്യമായിട്ട് രാജ്യം മുഴുവൻ അറിയുക, ലോകം മുഴുവൻ അറിയുക, കോൺഗ്രസ്സുകാരനെ അതിശക്തിയായിട്ട് എതിർക്കുക, അതിന് സൈബർ സെല്ല് കൊണ്ട് മറുപടി പറയാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിക്കുക, ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിനെ മൂടി വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉടനെ മറ്റേ നിങ്ങളുടെ കൂട്ടത്തിലും അങ്ങനെ ആളുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും. കോൺഗ്രസിലെ ഗോവിന്ദസ്വാമിയാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ ഗോവിന്ദസ്വാമിക്ക് അടങ്ങുന്ന മാഫിയ സംഘമാണ് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത്. ഈ ഗോവിന്ദസ്വാമിയുടെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഗുരുവിന് അറിയായിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ എല്ലാ അനുഗ്രഹാശിസുകളോടുകൂടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും അടങ്ങുന്ന മാഫിയ സംഘം ഗോവിന്ദസ്വാമിമാരെ പോലെയാണ് കോൺഗ്രസിനകത്ത് പെരുമാറുന്നത്. കോൺഗ്രസിനകത്ത് നിരവധി യുവതികൾക്ക്, കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വെളിപ്പെടുത്തിയിരിക്കുക. ഈ മാഫിയ സംഘത്തെ KPCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഭയക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള നടപടി ഉണ്ടാവാത്തത്. അയാളൊരു സെക്ച്വൽ പെർവെർട്ടഡായ മനുഷ്യൻ. ഞാനെൻ്റെ അഭിപ്രായം തുറന്നു പറയാം. സെക്ച്വലായി പെർവെർട്ടഡാണ് അയാൾ. അവരെ ചെയ്യേണ്ടത് ചെവുക്കുറ്റിക്ക് 2 അടി കൊടുത്തിട്ട് മാനസിക ആശുപത്രി കൊണ്ട് അവനെ ആക്കണമെന്ന് എൻ്റെ അഭിപ്രായം. ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഇത്രയും പൊതുപ്രവർത്തകരായിട്ട് നടക്കുന്നവൻ, ഒരു ദിവസം എത്രയോ കേസുകൾ തീർക്കുന്നവൻ, മധ്യസ്ഥ വഹിക്കുന്നവൻ, 100% ബോധത്തോടെ പറയുന്നവനെ 2 അടി ചെവുക്കുറ്റി വെച്ച് കൊടുക്കണം. എന്നിട്ട് മാനസിക ആശുപത്രി കൊണ്ട് അഡ്മിറ്റ് ചെയ്യണം. അവന് 2 ആഴ്ച മാനസിക ആശുപത്രി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ അവൻ നന്നായി. നല്ല ചെറുക്കനാണ്, നശിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരോ എഴുതിയതായി കണ്ടു, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കുന്നതിന് മുൻപ് തന്നെ ഇതെല്ലാം പെൺകുട്ടികൾ പ്രവർത്തിക്കേണ്ട പ്രസ്ഥാനമാണ്, ഇങ്ങനെ ചെയ്യാനേ പാടില്ല എന്ന് പറഞ്ഞതായിട്ട് പറയുന്നു. ഇതെല്ലാം അറിഞ്ഞിട്ട് എല്ലാ സംരക്ഷണവും നൽകുക മാത്രമല്ല, ചേർത്ത് പിടിച്ച് പുതിയ പദവികൾ നൽകി ഈ അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഒരു പാർട്ടിയും ചെയ്യാത്ത രൂപത്തിലുള്ള അംഗീകാരവും ചേർത്ത് പിടിക്കലുമാണ് കോൺഗ്രസ് നേതൃത്വം ഇതേവരെ ചെയ്തത്.
കോൺഗ്രസിൽ പടികൾ ചവിട്ടാൻ കരുത്തായി നിന്ന ഷാഫി പറമ്പിൽ എംപിയും രാഹുലിന്റെ പതനത്തിനിടെ ആരോപണത്തിന്റെ നിഴലിലാണ്. അതിനും ന്യായീകരിക്കത്തക്ക കാരണങ്ങളുണ്ട്. പാലക്കാട് രാഹുലിനെ മത്സരിപ്പിക്കാൻ തന്റെ പിൻഗാമി എന്ന പരിവേഷം നൽകിയത് ഷാഫി പറമ്പിലാണ്. രാഹുലിനെതിരെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിയിൽ നിന്നുയർന്ന എതിർപ്പുകൾ അടിച്ചൊതുക്കാൻ മുന്നിൽ നിന്നത് ഷാഫിയാണ്. വ്യക്തിപരമായി ഉണ്ടായിരുന്നൊരു സൗഹൃദത്തെ പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവന്നതല്ല. കോൺഗ്രസ് പാർട്ടി വഴി ഉണ്ടായ ബന്ധം തന്നെയാണ്, സൗഹൃദം തന്നെയാണ്. സ്വാഭാവികമായിട്ടും പാർട്ടിയിൽ ചെറുപ്പക്കാർ, പുതിയ തലമുറ കഴിയാവുന്ന ആളുകൾ അവർ വളർന്നു വരുമ്പോൾ അതിൽ രാഷ്ട്രീയമായി ആളുകളെ സംഘടനാപരമായ ആളുകളെ സപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഞങ്ങളെപ്പോലെ ഉള്ള ആളുകൾക്കുണ്ട്. എന്നാലാണ് ലീഡർഷിപ്പിന് പുതിയ ആളുകൾ കണ്ടിന്യൂറ്റി വരാൻ പറ്റുള്ളൂ. നാളെയാണെങ്കിലും KS കോൺഗ്രസ് രംഗത്ത് നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളെ കൊണ്ടുവരാനുള്ള പരിശ്രമം ഞങ്ങൾ നടത്തുന്ന കാര്യത്തിന് സംശയം വേണ്ട. ഷാഫി പറമ്പിൽ എന്ന പേര് ഞാൻ പരാമർശിച്ചില്ല. ഹെഡ്മാഷ് കുമ്പളങ്ങ കട്ടത് ആര് എന്ന് ചോദിക്കുമ്പോൾ ഷാഫി പറമ്പിൽ എന്തിനാ തോളത്ത് തപ്പുന്നത്? എന്റെ തോളത്ത് ചളിയുണ്ടോ എന്ന് നോക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഷാഫി പറമ്പിലിന്റെ പേരേ പരാമർശിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് ഈ കാര്യത്തിൽ ഹെഡ്മാഷ് ഇതിന്റെ അപ്പുറമാണ്. ഹെഡ്മാഷ് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വ്യാഖ്യാനമാണ് ഓരോ പേരുകൾ. പാലക്കാട് രാഹുലിനെ വിജയിപ്പിക്കാൻ മുന്നിൽ നിന്ന് നയിച്ചതും ഷാഫി. ഒടുവിൽ രാഹുലിനെതിരെ യുവതിയുടെ പരാതി വന്നപ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെ ഷാഫിക്കെതിരെ ശബ്ദമുയർന്നു. കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും അടക്കം പറച്ചിലായി ഉണ്ടായിരുന്നു കാര്യങ്ങൾ. MA ഷഹനാസിൽ നിന്നുണ്ടായത് ഷാഫി രാഹുൽ കൂട്ടുകെട്ടിനെ കുറിച്ചുള്ള കഥകളുടെ സ്ഥിരീകരണമാണ്. എൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അന്ന് ഷാഫി പറമ്പിൽ MLA ആയിരുന്നു. ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് ലിറ്ററേച്ചർ ചെയർപേഴ്സൺ ആയിരുന്നിട്ടുള്ള ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് പറയാനുള്ള ഒരു വോയിസ് ഉള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ശ്രീ ഷാഫി പറമ്പിൽ MLA ആണ് എന്ന് വിശ്വസിച്ചിട്ട് തന്നെയാണ് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞത്. എൻ്റെ അനുഭവം മാത്രമല്ല, ബാക്കിയുള്ളവർക്കും ഇത്തരത്തിലുള്ള സമാന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഇന്നത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട MP എനിക്ക് ഒരു പ്രതികരണം മറുപടിയും തന്നില്ല വാട്സപ്പിൽ. അദ്ദേഹം അത് വ്യക്തമായി കണ്ടിട്ടും ഒരു മൈൻഡ് പോലും ചെയ്യാതെ നിന്നു. വ്യക്തിപരമായ അനുഭവം എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ റിജി റഷീദ് ഉണ്ട്. അവർ ഹോമിയോ ഡോക്ടറാണ് തിരുവനന്തപുരത്തെ. ഞാനും അവരുമാണ് ഈ കർഷക സമരത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലേക്ക് പോയത്. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് രാഹുൽ മാങ്കൂട്ടം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളോട് പറയാതെ പോയതെന്ന്. കർഷകർ മോദി ഗവൺമെൻറ്റിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നത് കാണുകയാണ്. അപ്പോൾ ആ സമരത്തിൽ പങ്കെടുക്കാൻ വലിയ ആഗ്രഹം ഉണ്ടായിട്ട് പോയതാണ്. തീർച്ചയായിട്ടും നമ്മൾ യൂത്ത് കോൺഗ്രസിൻ്റെ മുഴുവൻ ആളുകൾ പോവുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി പോവാം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, നമ്മൾ രണ്ടാളും പോകുന്ന കാര്യമാണ് ഉദ്ദേശിച്ചതെന്ന്. അതിനുത്തരം ഞാൻ അന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് എന്താ പറയുക, കൂടുതൽ ഞാൻ സംസാരിക്കാൻ നിന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ അതിൽ ഇല്ല, ഞാൻ പറഞ്ഞില്ല. എനിക്കൊരു രേഖാമൂലം ഒരു പരാതി, ഇങ്ങനെ ഒരു ക്രിമിനൽ ഒഫൻസീവ് സ്വഭാവമുള്ള തരത്തിലേക്കുള്ള ഒരു പരാതിയുടെ പശ്ചാത്തലങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാക്കുന്നത് പാർട്ടിക്ക് ദോഷമാകുമെന്ന് തെളിവ് സഹിതം മുന്നറിയിപ്പ് നൽകിയിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൈവിടാൻ ഷാഫി തയ്യാറായില്ലെന്ന് മാത്രമല്ല, പിൻഗാമിയായി വാഴിക്കുകയും ചെയ്തു. തൻ്റെ ഉയർച്ചയിലും വീഴ്ചയിലും താങ്ങും തണലും ഷാഫിക്ക് ആണെന്ന് മാങ്കൂട്ടത്തിൽ പറഞ്ഞതൊക്കെ മറക്കാറായിട്ടില്ല. ഷാഫി ഇപ്പോൾ പറയുന്നത് വ്യക്തിപരമായ പിന്തുണയല്ല, അതെല്ലാം സംഘടനാ പ്രവർത്തനത്തിനുള്ള പിന്തുണ എന്നാണ്. വ്യക്തിപരമായി ഓരോരുത്തരിലേക്കും നമ്മൾ ചൂഴ്ന്നിറങ്ങിയിട്ടില്ല. അവരുടെ രാഷ്ട്രീയത്തെയാണ് നമ്മൾ പിന്തുണക്കുന്നത്, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അവരുടെ സംഘടനാ പ്രവർത്തനത്തെയാണ്, ഓർഗനൈസേഷൻ ഓപ്പർച്യൂണിറ്റീസും അതിൻ്റെ പേരിലുള്ള മറ്റ് അവസരങ്ങൾക്കും ആണ് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നത്. അല്ലാതെ വേറെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെയുള്ള സപ്പോർട്ടല്ല നമ്മൾ കൊടുത്തത്. ഞാൻ യൂത്ത് കോൺഗ്രസിനകത്താണെങ്കിലും പാർട്ടിക്കകത്താണെങ്കിലും തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഒക്കെ പുതിയ ഞങ്ങൾക്കൊക്കെ ശേഷം കടന്നു വരുന്ന തലമുറയിൽ ഞാൻ കഴിഞ്ഞ ദിവസം വേറെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ഇനി ഒരുപാട് ചെറുപ്പക്കാർ വളർന്നു വരുന്നുണ്ട് കോൺഗ്രസ്. അത്തരം ആളുകൾക്ക് ഞങ്ങളെ കൊണ്ടാവുന്ന വിധം ഓർഗനൈസേഷനിൽ തെരഞ്ഞെടുപ്പ് രംഗത്തെ സപ്പോർട്ടുകൾ ചെയ്യാം. അത് അയാളുടെ സംഘടനാ പ്രവർത്തനത്തെയാണ്, രാഷ്ട്രീയ പ്രവർത്തനത്തെയാണ് പിന്തുണച്ചിട്ടുള്ളത്.